Then good morning to all. അപ്പോൾ നമ്മൾ KWന്റെ ട്രിഗ്നോമെട്രി ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാഫ് ആംഗിൾ ഐഡന്റിറ്റീസ് വരേക്കും ഫെമിലറൈസ് ചെയ്തു. ദെൻ നമുക്ക് ഇനി ഡബിൾ ആംഗിൾ ഐഡന്റിറ്റീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. Then double angle trigonometric formula are used to find double angle 2x of trigonometric functions. Okay. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഡബിൾ ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിന് പകരം 2x യൂസ് ചെയ്തിട്ട് ഉള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ ആംഗിൾ ട്രിഗണോമെട്രിക് ഫോർമുലാസ് എന്ന് പറയുന്നത്. ദെൻ ഡബിൾ ആംഗിൾ ട്രിഗണോമെട്രിക് ഫോർമുലാസ് നമുക്ക് ഫെമിലറൈസ് ചെയ്യാം. ദെൻ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് സൈൻ 2x ആണ്. സൈൻ 2xന്റെ ഇക്വേഷൻസ് ആണ് സൈൻ 2x equal to 2 sin x into cos x അല്ലെങ്കിൽ 2 tan x divided by 1 plus tan square x. ഓക്കെ, അപ്പൊ എന്താണ് സൈൻ 2x എന്ന് പറയുന്നത് 2 sin x cos x ആണ്. അതുപോലെ തന്നെ സൈൻ 2xന്റെ വേറൊരു വാല്യൂ എന്ന് പറയുന്നത് 2 tan x divided by 1 plus tan square x. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് സൈൻ 2xനുള്ളത്. ദെൻ കോസ് 2xന്റെ ഇക്വേഷൻസ് നോക്കിയേ. കോസ് 2xന്റെ ഇക്വേഷൻസ് ആണ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ദെൻ ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ദെൻ അതർ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ ഞാൻ റീറൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതായത് കോസ് 2xന് ഒരു 4 ഇക്വേഷൻസോ 4-5 ഇക്വേഷൻസ് വരുന്നുണ്ട്. സൈൻ 2xന് നമ്മൾ കണ്ടു സിമ്പിൾ 2 സൈൻ എക്സ് കോസ് എക്സ് അല്ലെങ്കിൽ 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ദെൻ കോസ് 2xന്റെ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. കോസ് 2xന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. നേരത്തെ നമ്മൾ മുന്നേ ഫസ്റ്റിൽ കണ്ട എന്താണ് പൈതഗോറിയൻ ഐഡന്റിറ്റീസ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഓർത്ത് വെക്കാം. കോസ് 2x എന്ന് പറയുന്നത് എന്താണ് കോസ് സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോ ദെൻ കോസ് 2xന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു സൈൻ 2xന്റെ ഇക്വേഷൻ ആണ് 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് സൈൻ കോസ് 2xന്റെ ഒരു ഇക്വേഷൻ വരുന്നത് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, ദെൻ വരുന്നത് എന്താണ് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ദെൻ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് ലാസ്റ്റത്തെ രണ്ട് ഇക്വേഷൻസ് റിലേറ്റ് ചെയ്ത് പഠിക്കുക. അതായത് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സും ആണ് കോസ് 2xന്റെ ഇക്വേഷന്. ഇത് രണ്ടും റിലേറ്റ് ചെയ്ത് പഠിക്കുക. ദെൻ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ് 2x ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. അത് റിലേറ്റ് ചെയ്യേണ്ടത് സൈൻ 2x ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താണ് 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാൻ സിമ്പിൾ ആയിരിക്കും. ദെൻ കോസ് 2xന്റെ വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അത് പൈതഗോറിയൻ ഐഡന്റിറ്റി ആയ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സൈൻ 2xന്റെ ഇക്വേഷൻസ് നോക്കാം. സൈൻ 2x എന്ന് പറയുന്നത് എന്താണ് സൈൻ 2x ഈക്വൽ ടു 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. അപ്പൊ ഇത് ശരിക്കും നമുക്ക് സൈൻ 2xന്റെ നേരെ എന്താണ് റിവേഴ്സ് ചെയ്തിട്ട് പറയാൻ പറ്റും. അതായത് ഇവിടെ ഒരു നോക്കിയേ 2 tan x divided by 1 minus tan square x. Sin 2xന്റെ ഇക്വേഷൻ നോക്കിയേ 2 tan x divided by 1 plus tan square x. ഇവിടെ ഡിനോമിനേറ്ററിൽ sin 2xന് 1 plus tan square x ഉം tan 2xന് ഡിനോമിനേറ്ററിൽ 1 minus tan square x ഉം ആണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. sin 2x എന്ന് പറയുമ്പോൾ എന്താണ് 2 tan x divided by 1 plus tan square x. Okay,
നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്? tan 2x ആണ്. tan 2x എന്ന് പറയുമ്പോൾ എന്താണ്? 2 tan x ഡിവൈഡഡ് ബൈ, ഇവിടെ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ്, പക്ഷെ ടാനിന്റെ കേസിൽ വരുമ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം സീക്കിന്റെയും കൊസീക്കിന്റെയും. സീക്ക് 2x എന്ന് പറയുമ്പോൾ എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 മൈനസ് സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, എന്താണ് സീക്ക് 2x എന്ന് പറയുമ്പോൾ 2x ഈക്വൽ ടു ഓർത്ത് വെക്കാൻ സിമ്പിൾ ആണ്. സെയിം ഫംഗ്ഷന്റെ ഇതിൽ തന്നെ വരുന്നത് സിക്സ് സ്ക്വയർ എക്സ് മൈനസ് 2 മൈനസ് അല്ല സോറി ഡിവൈഡഡ് ബൈ 2 മൈനസ് സിക്സ് സ്ക്വയർ എക്സ്. സിക്സ് സ്ക്വയർ എക്സ് സിക്സ് 2x ഇക്വേഷൻ എന്താണ്? സിക്സ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 മൈനസ് സിക്സ് സ്ക്വയർ എക്സ്. ദെൻ കൊസിക് സ്ക്വയർ എക്സിന്റെ ഇക്വേഷൻ നോക്കിയേ. കൊസിക്സ് 2x എന്ന് പറയുന്നത് എന്താ? sec x into cosec x divided by 2. Okay, then cosec x equal to sec x into cosec x divided by 2. Okay, അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ എന്താണ് കണ്ടത്? ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ ഡബിൾ ആംഗിൾ ഫോർമുലാസ് ആണ് കണ്ടത്. ഡബിൾ ആംഗിൾ ഫോർമുലാസിൽ സൈൻ 2x എന്ന് പറയുമ്പോൾ 2 sin x into cos x അല്ലെങ്കിൽ 2 tan x divided by 1 plus tan square x. Then cos 2x എന്ന് പറയുമ്പോൾ cos 2x പറയുമ്പോൾ cos square x minus sin square x അല്ലെങ്കിൽ 1 minus tan square x divided by 1 plus tan square x. അതും അല്ലെങ്കിൽ 2 cos square x minus 1 അതല്ലെങ്കിൽ 1 minus 2 sin square x. Okay, then sec 2x ന്റെ ഇക്വേഷൻസ് നോക്കിയേ. സോറി ടാനിന്റെ divided by 1 minus then
നമുക്ക് ട്രിപ്പിൾ ആംഗിൾ ഐഡന്റിറ്റീസ് നോക്കാം. ട്രിപ്പിൾ ആംഗിൾ ഐഡന്റിറ്റീസിൽ പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ട്രിപ്പിൾ ആംഗിൾ ഐഡന്റിറ്റീസ്, അതായത് സൈൻ 3x എന്ന് പറയുന്നത് 3 sin x minus 4 sin cube x. എന്താണ് sin 3x equal to 3 sin x. ഇവിടെ sin 3x ആണ്. സോ സ്റ്റാർട്ടിങ് എന്താണ് 3 sin x minus 4 sin cube x ഒക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഇവിടെ 3 ആണ്, അപ്പൊ സ്റ്റാർട്ടിങ്ങും 3യിലാണ്, ദെൻ എൻഡിങ്ങിൽ സൈൻ ക്യൂബ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ കോസിന്റെ നോക്കാം. കോസ് 3x എന്ന് പറയുന്നത് ഇതിന്റെ ടേംസുകൾ ആൾട്ടർനേറ്റ് വരുന്നത്, അതായത് നേരെ ഓപ്പോസിറ്റ് വരുന്നത്. ഇവിടെ 4 cos ക്യൂബ് എക്സ് മൈനസ് 3 cos എക്സ്. ഇത് നോക്കിയേ, സൈനിന്റെ എന്താ വന്നത് 3 sin x എന്നാണ് ഫസ്റ്റത്തെ ടേം വന്നത്. ഇവിടെ സെക്കൻഡ് ടേം ആണ് 3 cos x വരുന്നത്. ദെൻ സെക്കൻഡിലാണ് സൈനിൽ 4 sin ക്യൂബ് എക്സ് വന്നു. cos 3x ഫസ്റ്റിലാണ് വരുന്നത് എന്ത് cos ക്യൂബ് എക്സിന്റെ ടേം വരുന്നത്. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ sin 3x എന്താണ് പറഞ്ഞത്? sin 3x equal to 3 sin x minus 4 sin ക്യൂബ് എക്സ്. ദെൻ cos 3x എന്ന് പറയുന്നത് എന്താ 4 cos ക്യൂബ് എക്സ് മൈനസ് 3 cos ക്യൂബ് എക്സ്. ഓക്കെ, ദെൻ tan 3x എന്ന് പറയുമ്പോൾ 3 tan x മൈനസ് tan ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ എക്സ്. എന്താണ് tan 3x ഈക്വൽ ടു 3 tan x മൈനസ് tan ക്യൂബ് എക്സ് അല്ലെ? നമ്മൾ നേരത്തെ സൈനിന്റെയും കോസിന്റെയും ടേമിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 4 ഇല്ലാന്ന് മാത്രം. ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ദെൻ sin 3x ഈക്വൽ ടു3 sin ക്യൂബ് എക്സ് 3 sin x മൈനസ് 4 sin ക്യൂബ് എക്സ്. എന്താണ് sin 3x ഈക്വൽ ടു 3 sin x മൈനസ് 4 sin ക്യൂബ് എക്സ്. ദെൻ cos 3x എന്ന് പറയുന്നത് 4 cos ക്യൂബ് എക്സ് മൈനസ് 3 cos എക്സ്. ദെൻ ലാസ്റ്റ് tan 3x ഈക്വൽ ടു 3 tan x മൈനസ് tan ക്യൂബ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ്, സോറി ഞാൻ ഇവിടെ 1 പ്ലസ് ആണ് എഴുതിയത്, 1 മൈനസ് ആണ്, 1 മൈനസ് 3 tan സ്ക്വയർ എക്സ്. ഓക്കെ, 3 tan x മൈനസ് tan ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ എക്സ്. ഓക്കെ, ദെൻ നമുക്ക് ഇനി നോക്കാനുള്ളത് പ്രൊഡക്റ്റ് ടു സം ഫോർമുലാസ് ആണ്. അതായത് എന്താണ് പ്രൊഡക്റ്റ് ടു സം ഫോർമുലാസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റും സമ്മും കൂടി മിങ്കിൾ ചെയ്തിട്ട് വരുന്ന ഫോർമുലകളാണ്. ദെൻ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ എന്ന് പറയുന്നത് sin x plus y plus sin x minus y divided by 2. Okay. എന്താണ് sin x into cos y എന്ന് പറയുന്നത് എന്താണ് sin x plus y plus sin x minus y all divided by 2. ഇങ്ങനെ നോക്കുന്നതിനേക്കാളും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ മുന്നേ കണ്ട sin x plus y-ന്റെയും sin x minus y-ന്റെയും ഇക്വേഷൻ നമ്മൾ കണ്ടല്ലോ. ആ ഇക്വേഷൻസ് രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഇക്വേഷൻ ആണ് അത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, sin x plus y plus sin x minus y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 sin x into cos y. അതെങ്ങനെ വന്നേ? ഇവിടെ ഈ ഇക്വേഷനിൽ നോക്കിയേ, ഇവിടെ ഡിവൈഡഡ് ബൈ sin x plus y plus sin x minus y ഓൾ ഡിവൈഡഡ് ബൈ 2 ആണ്. ആ 2നെ നമ്മൾ ഈക്വൽ ടു സൈനിന്റെ ഇപ്പുറം കൊണ്ടുപോയതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ എഴുതിയ ഈ ഇക്വേഷൻ ഓർത്തു വെക്കാനായിരിക്കും ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് വരിക. അതായത് sin x plus y plus sin x minus y എന്ന് പറയുന്നത് എന്താണ്? 2 sin x cos y ആണ്.
ദെൻ നെക്സ്റ്റ് നോക്കാം എന്ത് cos x plus y plus cos x minus y ബൈ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇക്വേഷൻ നോക്കിയേ. ഈ ഇക്വേഷനിൽ ആ ഇക്വേഷൻ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? cos x plus y plus cos x minus y equal to എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാം? 2 cos x cos y എന്ന് എഴുതാം. ഓക്കെ. അതുപോലെ തന്നെ cos x minus y എങ്ങനെയാ? cos x minus y minus cos x plus y നമുക്ക് എന്ത് എഴുതാം? sin x 2 into sin x sin y എന്ന് എഴുതാം. ഓക്കെ. കോസിന്റെ ഇതിൽ വരുമ്പോൾ എന്തായിരിക്കും? രണ്ടും സെയിം ഫംഗ്ഷനാണ് വരിക, സൈൻ എക്സും സൈൻ വൈയും. ഇവിടെയും കണ്ടോ കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞപ്പോൾ കോസും കോസ് വന്നെന്ന്, കോസ് എക്സും കോസ് വൈ. പക്ഷെ സൈനിന്റെ ടേമിൽ വരുമ്പോൾ സൈൻ എക്സ് പ്ലസ് വൈ സൈൻ എക്സ് മൈനസ് വൈ വരുമ്പോൾ എന്താണ്? സൈൻ എക്സ് കോസ് വൈ എന്ന്. അതായത് ഫംഗ്ഷൻസ് രണ്ടും ഡിഫറെന്റ് ആണ്, സൈൻ എക്സും കോസ് വൈയും ആണ്. ഓക്കെ. റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അതുകൊണ്ട്, ഒന്നെങ്കിലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. ട്രിഗ്നോമെട്രിയിൽ കുറേ ഒത്തിരി ഫോർമുലാസ് വരുന്നതാണ്. ദെൻ റിലേറ്റ് ചെയ്ത് പഠിക്കും. ദെൻ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? പ്രൊഡക്റ്റ് ടു സം ഫോർമുലയാണ് പഠിച്ചത്. ദെൻ സം ടു പ്രൊഡക്റ്റ് ഫോർമുല നോക്കാം. സം ടു പ്രൊഡക്റ്റ് ഫോർമുലയിൽ എന്താ പറയുന്നത്? sin x plus sin y equal to 2 sin x plus y by 2 cos x minus y by 2. ഓക്കെ. sin x plus cos sin y equal to എന്ന് പറഞ്ഞിട്ട് എന്താ എഴുതിയത്? 2 sin x plus y by 2 into cos x minus y by 2. അതായത് ഇവിടെ രണ്ട് സൈഡിലും രണ്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്, സൈനിന്റെയും ഇവിടെ എന്താ പ്ലസ് വരുന്നിടത്ത് സെയിം ഫംഗ്ഷന് സൈനിന്റെ വരുന്നത്, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. ദെൻ പ്രൊഡക്റ്റ് വരുന്നിടത്ത് എങ്ങനെയുള്ളത്? സൈനിന്റെയും കോസിന്റെയും ടേം വരുന്നുണ്ട്. നേരത്തെ നമ്മൾ എന്താ പ്രൊഡക്റ്റ് ടു സമ്മിൽ കണ്ടത് എങ്ങനെയാണ്? അവിടെയും പ്രൊഡക്റ്റിന്റെ അവിടെ എന്തുണ്ടായി? സൈനിന്റെ വന്നപ്പോ പ്രൊഡക്റ്റിന്റെ അടുത്ത് രണ്ട് ഫംഗ്ഷൻ വന്നിട്ടുണ്ടായി. നമ്മൾ എന്താ പറഞ്ഞേ? സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ എന്തായി വന്നത്? സൈൻ വൈ കോസ് വൈ എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ എന്താണ്? സൈൻ എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് സൈൻ വൈ എന്ന് പറയുന്നത് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ദെൻ സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ന് പറയുമ്പോൾ എന്താണ്? 2 cos x plus y 2 cos x plus y by 2 into sin x minus y by 2. Then കോസിന്റെ ടേമിൽ വരുമ്പോൾ cos x plus cos y വരുമ്പോൾ നോക്കിയ പ്രൊഡക്റ്റിൽ സെയിം ടേംസ് ആണ് വരുന്നത്. 2 cos x plus y by 2 cos x minus y by 2. Then cos x minus cos y എന്ന് പറയുമ്പോൾ എന്താണ്? 2 sin x plus y 2 sin x plus y by 2 sin x minus y by 2. Okay. ഓർത്ത് വെക്കുക, സൈനിൻ്റെതിൽ വരുമ്പോൾ രണ്ട് ഫംഗ്ഷനും വരും, സൈനും കോസും വരും. ഇവിടെ നോക്കിയേ, രണ്ട് സൈനിന്റെ രണ്ട് ഇക്വേഷനിലും എന്ത് വന്നു? കോസും സൈനും കൂടി ആൾട്ടർനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബട്ട് കോസിൻ്റെ എങ്ങനെ വരിക? കോസിൻ്റെ പ്ലസ് വരുന്നിടത്ത് രണ്ടും കോസിന്റെ ടേമും മൈനസ് വരുന്നിടത്ത് രണ്ടും സൈനിന്റെ ടേമുമാണ് വരുന്നത്. ഓക്കെ. നിങ്ങൾക്ക് പറ്റുന്ന പോലെ റിലേറ്റ് ചെയ്തിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫോർമുലയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദെൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം
സൈൻ എക്സ് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ദെൻ തീറ്റേന്റെ വാല്യൂവിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി യൂസ് ചെയ്യുന്നത്. ദെൻ തീറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അത് എങ്ങനെയാന്ന് ചോദിച്ചാല് നമ്മൾ എന്ത് എഴുതാണ്, സൈൻ 30 ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, സോറി ഞാൻ ഇങ്ക് മാറ്റി തരാം. നമ്മൾ എന്താ പറഞ്ഞു, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ തീറ്റേന്റെ വാല്യൂ നമ്മൾ കണ്ടത്. നേരത്തെ നമ്മൾ ഫംഗ്ഷന്റെ വാല്യൂ സൈൻ തീറ്റ എന്താണ് എന്നാണ് നമ്മൾ ഇത്രയും സമയമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ദെൻ വാല്യൂ തന്നിട്ട് ദെൻ തീറ്റ എന്താ ഫംഗ്ഷന്റെ വാല്യൂ തരും, ദെൻ തീറ്റ എന്താണെന്ന് ഫൈൻഡിങ് ചെയ്ത് നമ്മൾ ഇതിലേക്കും കണ്ടത് എന്താണ്, നമുക്ക് ആംഗിൾ തരും, തീറ്റ തരും, ദെൻ ഫംഗ്ഷൻ എന്താണെന്ന് സൈൻ തീറ്റ എന്താണെന്നാണ് നമ്മൾ ഇത്രയും സമയം, അതായത് ട്രിഗ്നോമെട്രിയിൽ നമ്മൾ എന്താ ഫൈൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ദെൻ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ തരും, അതായത് സൈൻ തീ ഫംഗ്ഷൻ എന്താന്ന് തരും, ഫംഗ്ഷൻ അതായത് നമുക്ക് എന്താ പറയാ, സൈൻ തീറ്റ ഈക്വൽ ടു എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ദെൻ സൈൻ തീറ്റ എക്സ് ആണ് നമുക്ക് തരും, അതായത് ഫംഗ്ഷന്റെ വാല്യൂ ഇതാണെന്ന് നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്താണെന്ന് ഫൈൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ പറയുന്നത്. ദെൻ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്, അതായത് ഈ സൈൻ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. ഇതാണ് നമുക്ക് എന്താ തീറ്റ ഫൈൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് എന്തെങ്കിലും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനിൽ വരുന്നത്. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പൊ നമുക്ക് എന്താ അറിയാ, സൈൻ 30 എന്ന് പറയുന്നത് എന്താണ്, 1/2 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തരും, സൈൻ തീറ്റ ഈക്വൽ ടു 1/2 ആണെന്ന് തരും. ദെൻ തീറ്റ എന്താന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും, തീറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും, തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2. എന്താണ് സൈൻ ഇൻവേഴ്സ് 1/2, സൈനിന് ഏത് വാല്യൂ കൊടുത്താലാണ് നമുക്ക് 1/2 കിട്ടുക, അതാണ് തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, 30 ഡിഗ്രി ആണ്. എല്ലാവർക്കും പറയുന്നതാണ്, ജസ്റ്റ് നമ്മളെന്താ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫോർമുലാസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ദെൻ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്,
പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. ദെൻ ടാൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സൈനിന്റെ അതേപോലെ തന്നെ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. ദെൻ കൊസീക് ഇൻവേഴ്സ് മൈനസ് എക്സും മൈനസ് കൊസീക് ഇൻവേഴ്സ് എക്സ് ആണ്. ദെൻ സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. ദെൻ കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സും പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സും. അപ്പൊ എന്താ, സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആയാലും ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആയാലും കൊസീക് ഇൻവേഴ്സ് മൈനസ് എക്സ് ആയാലും എന്താ വരുന്നത്, ആ ഫംഗ്ഷന് മൈനസ് വരുന്നേ ഉള്ളൂ. അതായത് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ്, ഇവിടെ മൈനസ് ടാൻ എക്സ്, സോറി ഇൻവേഴ്സ് ഉണ്ട് കേട്ടോ, മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, ഇവിടെ മൈനസ് കൊസീക് ഇൻവേഴ്സ് എക്സ്. ദെൻ നെക്സ്റ്റ് ഇവര് മൂന്നാളും ഒരുപോലെ വരുന്നത് സൈനിനും ടാനിനും കൊസീക്കിനും. ദെൻ കോസും സീക്കും കോട്ടും ഒരുപോലെ വരുന്നത്. ദാറ്റ് ഈസ് മൈനസ് മാത്രമല്ല പൈ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പൈ മൈനസ് കോസസ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ദെൻ എന്താണ്, കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് ദെൻ അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫോർമുലാസ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ദെൻ സൈൻ ലോയും കോസ് ലോയും ആണ് കാണാനുള്ളത്. സൈൻ ലോയിൽ എന്താ പറയണത്, സൈൻ ലോയിൽ പറയണത് എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൈഡ് ആൻഡ് ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ. അതായത് സൈഡും ആംഗിളും തമ്മിലുള്ള റിലേഷൻ ആന്ന് പറയുന്നത്. സൈഡും ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ആംഗിൾ എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ്, ഇവിടെ ഒരു ആംഗിൾ എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡും ആ ആംഗിളും തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാ പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്, ദ റേഷ്യോ ഈസ് ടേക്കൺ ഫോർ ദ സൈഡ് എയും ഓപ്പോസിറ്റ് ആംഗിൾ ക്യാപിറ്റൽ എയും ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ സൈഡ് പറഞ്ഞാൽ സ്മോൾ ബി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ക്യാപിറ്റൽ ബി, സൈഡ് സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ സൈൻ സി ആണ് ഇരിക്കുന്നതാണെങ്കിൽ സൈൻ ലോയിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാല് സൈൻ ഓഫ് ആംഗിൾ, അതായത് സൈൻ ക്യാപിറ്റൽ എ ഡിവൈഡഡ് ബൈ സ്മോൾ എ ഈക്വൽ ടു സൈൻ ക്യാപിറ്റൽ ബി ഡിവൈഡഡ് ബൈ സ്മോൾ ബി ഈക്വൽ ടു സൈൻ ക്യാപിറ്റൽ സി ഡിവൈഡഡ് ബൈ സ്മോൾ സി. അതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസും സ്മോൾ ലെറ്റേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും ആണ്. ഓക്കെ. ദെൻ കൊസൈൻ ലോയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, കൊസൈൻ ലോ റിലേറ്റ് ചെയ്യുന്നത് ഒരു സൈഡും രണ്ട് സൈഡും അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ തേർഡ് സൈഡ് കാണാനുള്ള ഇക്വേഷനാണ് കൊസൈൻ ലോയിൽ പറയുന്നത്. കൊസൈൻ ലോയിൽ നോക്കിയേ, അതായത് ബിന്റെയും സിന്റെയും ഇടയിലുള്ള ആംഗിളും ടു സൈഡ് ബി ആൻഡ് സി ആൻഡ് ദയർ ഇൻക്ലൂഡഡ് ആംഗിൾ എ, അതായത് ബിയും സിയും തരും, അതിന്റെ കൂടെ അത് രണ്ടും ആ രണ്ട് സൈഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിളും തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ കാണാനുള്ള ഇക്വേഷൻ അതാണ് എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc ഇൻറ്റു കോസ് എ. ഇവിടെ എ എന്ന് പറഞ്ഞ ആംഗിൾ പറഞ്ഞാല് ബി ആംഗിൾ ബി അല്ല, സൈഡ് ബിന്റെയും സൈഡ് സിന്റെയും ഇടയിൽ വരുന്ന ആംഗിൾ ആണ് എ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡ് എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എ. ഓക്കെ. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ 2bc ഇൻറ്റു കോസ് എ. ദെൻ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ac ഇൻറ്റു കോസ് ബി. ഏതാണോ നമ്മൾ കാണുന്നത് ആംഗിള് മാത്രം അതിന്റെ ക്യാപിറ്റൽ ആയിട്ട് വരും, ബാക്കിയുള്ള ടേംസ് ഫുള്ള് മറ്റേ രണ്ട് സൈഡിൻ്റെതായിരിക്കും.
then c square equal to, അപ്പൊ നമുക്ക് എന്ത് ചെയ്താ, c square എന്ന് പറയുമ്പോൾ ബാക്കി ടേംസ് ഏതാ വരിക, എന്റെ ടേമും വരും ബിന്റെ ടേമും വരും, മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി കോസ് എന്ത് വരും, സി ആയതുകൊണ്ട് ക്യാപിറ്റൽ സി. ഓക്കെ, ദെൻ സൈൻ ലോയും കൊസൈൻ ലോയും കണ്ടു. ദെൻ നമുക്ക് ട്രിഗണോമെട്രിക് ഫോർമുലാസിന്റെ റേഞ്ച് നോക്കാം. ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെയും റേഞ്ച് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സൈനിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 to 1. വാല്യൂ എന്താണ്, -1ന്റെയും 1ന്റെയും ഇടയിലാണ് വരിക. കോസിന്റെയും കൊസൈന്റെയും വാല്യൂസ് എന്താണ്, -1 ഇങ്ങനെ വരിക. ടാൻ എന്ന് പറയുമ്പോൾ എന്താണ്, സൈൻ ബൈ കോസ് ആണ്. അതായത് സൈന് 0 ആയാലും എന്താവുള്ളൂ, ടാന് 0. പക്ഷെ കോസ് 0 ആയാലും എന്തായിരിക്കും, ഇൻഫിനിറ്റി ആണ് വാല്യൂ വരിക. 1/0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണ് വരിക. അപ്പൊ നമ്മൾ എന്താക്കണം, 2n + 1 2π എന്ന് പറയുന്നത് എന്താ വരുത്, അതിൽ ഇൻക്ലൂഡഡ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് r- വന്നത്. ഓക്കെ, അതായത് കോസിന്റെ വാല്യൂ 0 ആവാത്ത എല്ലാ വാല്യൂസിനും എന്തുണ്ടാവും, ടാനിന് വാല്യൂ ഉണ്ടാവും. അതാണ് r എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ, r-2n + 2π. ഓക്കെ, 2n + 1 × 2π. ദെൻ ടാനിന്റെ കണ്ടു. ദെൻ ഇൻവേഴ്സ് സൈനിന്റെ നോക്കാം. അതാണ് പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് ഇൻവേഴ്സ് ഓഫ് സൈൻ ഫംഗ്ഷൻ -π/2 to π/2. നമ്മൾ പറഞ്ഞല്ലോ, വാല്യൂ തന്നിട്ട് ആംഗിൾ കാണുന്ന സംഭവമാണ് എന്ത്, ഇൻവേഴ്സ്. അപ്പോൾ അതിന്റെ ഇത് എന്ന് പറയുന്നത് -π/2 to π/2. ദെൻ എന്താണ് കോസിൻ്റെത്, കൊസൈൻ്റെത് എന്താ വരുന്നത്, 0 to π ആണ് വരുന്നത്. സൈനിന്റെ -π/2 to π/2. ദെൻ കോസിൻ്റെത് 0 to π. ഇൻവേഴ്സ് ടാൻജന്റിന്റെ എന്താ വരിക്കും, ഞാൻ പറഞ്ഞു എന്താ വരുത്, ടാൻജന്റിനും -π/2 to π/2. സൈനിന്റെ അതേപോലെ തന്നെ വരുന്നത്. ദെൻ നമ്മൾ നേരത്തെ കണ്ടത് സൈൻ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് -x സൈൻ ഇൻവേഴ്സ് x, ടാൻ ഇൻവേഴ്സ് -x ടാൻ ഇൻവേഴ്സ് x. ദെൻ ടാൻ ഇൻവേഴ്സ് x പ്ലസ് കോട്ട് ഇൻവേഴ്സ് x എന്താണ്, 2π ആണ്. ഓക്കെ, സൈൻ ഇൻവേഴ്സ് -x നമ്മൾ നേരത്തെ കണ്ട തന്നെ, -sin ഇൻവേഴ്സ് x, ടാൻ ഇൻവേഴ്സ് -x ടാൻ ഇൻവേഴ്സ് x. ദെൻ ടാൻ ഇൻവേഴ്സ് x പ്ലസ് കോട്ട് ഇൻവേഴ്സ് x 2π ആണ്. ദെൻ സൈൻ ഇൻവേഴ്സ് sin x, അതായത് ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രിയും തമ്മിൽ ക്യാൻസൽ ആയി പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് sin x എന്ന് പറയുന്നത് എന്തായിരിക്കും, x ആയി വരും. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ദെൻ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയ, ഫസ്റ്റ് എക്സാമ്പിൾ എന്താ പറയുന്നത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് sin 4π/5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രി എന്താണ്, നമ്മളിപ്പോ ചെയ്യാൻ എന്ത് ചെയ്യാ, സൈൻ ഇൻവേഴ്സ് എന്താ വന്നത്, sin 4π/5 എന്നാണ് വന്നത്. നമുക്ക് എന്താ, നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസലായി, ആൻസർ ഈസ് 4π/5. പക്ഷെ നമുക്ക് എന്താ അറിയാ, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ എന്ന് പറയുന്നത് എന്താണ്, -π/2 to π/2 ആണ്. അതായത് ഈ വാല്യൂ ഈ റേഞ്ചിൽ വരുന്നില്ല, ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്താണ്, ഇതെന്ന് പറയുന്നത് തെറ്റാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് എന്ത് ചെയ്താ, അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ആണ് നമുക്കറിയാം. അതായത് π/2 ടേമിൽ വരുമ്പോൾ എന്തായിരിക്കും? ഫംഗ്ഷൻ മാറും. പൈന്റെ ടേമിൽ വരുമ്പോൾ സെയിം ഫംഗ്ഷൻ ആണ്. അപ്പൊ സൈൻ പൈ മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അതായത് നമ്മൾ സൈൻ 4π/5 എന്താക്കണം? ഈ ടേമിലേക്ക് മാറ്റിയെടുക്കണം. അതായത് സൈൻ പൈ മൈനസ് നമ്മളെ എക്സ് എന്താണ് ഇവിടെ? നമുക്ക് സൈൻ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ ഉള്ളത്? 4π അല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സൈൻ പൈ മൈനസ് 4π/5. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 5π മൈനസ് 4π ഡിവൈഡഡ് ബൈ 5. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? സൈൻ π/5 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? 5 മൈനസ് 4π ഡിവൈഡഡ് ബൈ 5 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതായത് 5π മൈനസ് 4π ഡിവൈഡഡ് ബൈ 5. 5π എന്ന് 4π പോയാൽ ഒരു പൈ ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അതാണ് സൈൻ π/5. അതെന്ന് പറയുന്നത് എന്താണ്? π/2 മൈനസ് π/2 റേഞ്ചിൽ വരുന്നതാണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് വരും? നമുക്ക് എന്ത് കിട്ടി? നമുക്കിപ്പോ എന്താ ഫൈൻഡ് ചെയ്തത്? സൈൻ 4π/5 എന്ന് പറയുന്നത് എന്താണ്? സൈൻ π/5 ആണെന്ന് നമുക്ക് കിട്ടി. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നുള്ളത്? സൈൻ ഇൻവേഴ്സ് സൈൻ 4π/5 ഈക്വൽ ടു എന്താ നമുക്ക് എഴുതാ? സൈൻ ഇൻവേഴ്സ് സൈൻ π/5 എന്ന് എഴുതാലോ. ദെൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ക്യാൻസൽ ആയി. നമുക്ക് എന്ത് കിട്ടും? π/5 എന്ന് ആൻസർ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇപ്പൊ നമ്മൾ ചെയ്ത വർക്കാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കിക്കേ, നമ്മള് സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ കണ്ടു. സോ സൈൻ 4π ടു സൈൻ π/5 എന്ന് എഴുതി. ദെൻ സൈൻ ഇൻവേഴ്സ് π/5 ഈക്വൽ ടു π/5 ആണ്. π/5 പറഞ്ഞാൽ ബിലോങ്സ് ടു മൈനസ് π/2 ടു π/2 പറഞ്ഞ റേഞ്ച്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണ്. അപ്പൊ ഞാൻ പറയാം. നമ്മൾ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞു തീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെടുക്കും? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എടുക്കും. അതിനർത്ഥം എന്താണ്? എക്സ് ഈക്വൽ ടു സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 90 മൈനസ് തീറ്റ, അല്ലെങ്കിൽ 90ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? π/2 എന്ന് എഴുതാം അല്ലെ. π/2 മൈനസ് തീറ്റ അല്ലെ. അപ്പൊ ഇതിപ്പോ എന്താ? എക്സ് ഈക്വൽ ടു എന്നാണ് കോസ് π/2 മൈനസ് തീറ്റ. അപ്പൊ ഈ കോസ് ഇപ്പുറം വരുമ്പോ എന്താവും? കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 മൈനസ് തീറ്റ. ദെൻ കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 മൈനസ് തീറ്റ. എന്താ നമ്മൾ എഴുതിയത്? തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത് നമുക്ക് എന്തെഴുതാം? ഫങ്ഷൻസ് ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്താവും? ലെഫ്റ്റ് സൈഡിൽ കോസ് ഇൻവേഴ്സ് എക്സ് ഉണ്ട്, റൈറ്റ് സൈഡിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്. അപ്പൊ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് മൈനസ് സൈൻ ഇൻവേഴ്സ് പുറത്ത് പോകുമ്പോ പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ബാക്കി എന്തേ ഉള്ളൂ? ഇവിടെ π/2. അപ്പൊ നമുക്ക് എന്തെഴുതാം? എന്തേത്? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്താണ്? π/2 എന്ന് മനസ്സിലായി. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്?
ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്താണ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ എന്താ കണ്ടത്? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്താണ്? 5/2 ആണ്. അപ്പോൾ കോസ് 5/2. കോസ് 5/2ന്റെ വാല്യൂ എത്രയാണ്? 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം വായിച്ചു നോക്കിയേ. cot 10 degree into cot 20 degree into cot 60 degree into cot 70 degree into cot 80 ഡിഗ്രീന്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഇത് നമ്മള് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, cot 10 degree into ഞാൻ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാണ്. cot 80 degree into then cot 20 into then cot 70 into ബാക്കി ആരാ? cot 16 കൂടി അല്ലേ ഉള്ളൂ. cot 60 degree. ഓക്കെ, അപ്പോൾ cot 10 degree. then cot 80 നമുക്ക് എന്ത് എഴുതാം? 90 minus tan of 9. നമുക്ക് എന്താ അറിയാം? tan 90 minus theta എന്ന് പറയുന്നത് cot theta ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? cot 80 നമുക്ക് എന്ത് എഴുതാം? tan 90 minus 10 എന്ന് എഴുതാം. tan 90 minus 10 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? cot 10 degree into tan sorry ഞാൻ എഴുതിയത് മാറിപ്പോയി. cot 10 degree cot 10 degree into cot 80 degree നമ്മൾ എന്ത് എഴുതും? cot 90 minus 10 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രണ്ട് ടേം മാത്രമാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. cot 10 degree into cot 80 cot 90 minus 10 എന്ന് എഴുതി. cot 90 minus 10 എന്താണ്? നമുക്കറിയാം cot 90 minus theta എന്ന് പറഞ്ഞാൽ tan theta ആണ്. സോ cot 10 into tan 10 degree. നമുക്ക് എന്താ പറയാ? ടാനും കോട്ടും ടാനും എന്താവും? ഇൻറ്റു ചെയ്യുമ്പോൾ രണ്ടും ക്യാൻസൽ ആയി ഈക്വൽ ടു 1 ആ വരിക. എന്താണ് സൈൻ? ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്. കോട്ട് എന്ന് പറയുന്നത് കോസ് ബൈ സൈൻ ആണ്. സോ cot 10 degree into tan 10 degree എന്താവും? 1 ആവും. സെയിം ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? cot 20നെയും cot 70നെയും എഴുതാം. അപ്പോ ഇത് cot 20 degree into cot 80 degree 1 ആണെന്ന് കിട്ടി. ഇനി cot 20 degree into cot 70 degree ആണ്. 70 നമ്മൾ എന്ത് എഴുതും? 90 minus 20 എന്ന് എഴുതും. അപ്പോൾ cot 90 minus 20 എന്താണ്? tan 20 ആണ്. അപ്പോൾ രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് ഈ രണ്ട് ടേം എന്താവും? 1 ആയി പോവും. അപ്പോൾ ഇത് 1 ഈ cot 10 degree cot 80 degree 1 ആയി. cot 20 degree cot 70 degree 1 ആയി. ദെൻ ബാക്കി ആരേ ഉള്ളൂ? cot 60 ഉള്ളൂ. cot 60ന്റെ വാല്യൂ എന്താണ്? cot 60 എന്ന് പറഞ്ഞാൽ എന്താണ്? cos 60 divided by sin 60 ആണ്. ഓക്കെ, അപ്പൊ എന്തായി? cot 10ഉം cot 80യും കൂടി 1 ആയി. 1 into then cot 20യും cot 70യും കൂടി ഒരു 1 കൂടി കിട്ടി. ദെൻ ബാക്കി cot 60 ആണ്. cot 60 നമ്മൾ എന്ത് എഴുതും? cos 60 divided by sin 60. എന്താണ് cos 60ന്റെ വാല്യൂ? cos 60 1/2 ആണ്. ഡിവൈഡഡ് ബൈ sin 60 √3/2 ആണ്.
അപ്പോൾ 2 2 ക്യാൻസൽ ആയി നമുക്ക് എന്ത് കിട്ടി? 1/√3 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം ആണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിംപ്ലി നമുക്ക് എന്ത് പറയാം, ഫംഗ്ഷൻസിന് കോട്ട് എ ഇൻറ്റു കോട്ട് ബി ഈക്വൽ ടു 1 ആവും. ഇപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 90. അതാണ് കോട്ട് 10ഉം കോട്ട് 80 നമ്മൾ 1 ആക്കി എടുക്കാൻ കാരണം എന്താണ്? കോട്ട് എ ഇൻറ്റു ഇവിടെ കോട്ട് എയും ബിയും ആക്കി എടുക്കുക. ദെൻ എന്താ 10 പ്ലസ് 80 എന്താണ്? 90 ആണ്. അതായത് സെയിം ഫംഗ്ഷനിലെ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 90 വരുന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും ആൻസർ കിട്ടുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോട്ട് എ ഇൻറ്റു കോട്ട് ബി ഈക്വൽ ടു 1 ദെൻ എ പ്ലസ് ബി ഈക്വൽ ടു 90. അതായത് എയും ബിയും ആംഗിൾസ് രണ്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. കോട്ട് 20 ഇൻറ്റു കോട്ട് 70, കോട്ട് 10 ഇൻറ്റു കോട്ട് 80, കോട്ട് 60. ഇത് 1 ആണ്, ഇതും 1 ആണ്. ദെൻ 1/√3 ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. sin 45 ഈക്വൽ ടു എ sin 45 ഡിഗ്രി ഈക്വൽ ടു ബി cos 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എ ബൈ എ റൈസ് എന്താണ് ക്വസ്റ്റ്യൻ? ദെൻ എ റൈസ് ടു 4 ബൈ ബി റൈസ് ടു 4 കാണാനാണ് ക്വസ്റ്റ്യന്. ഇപ്പൊ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? എ sin 45 ഈക്വൽ ടു ബി cosec 30 ഡിഗ്രി. അപ്പൊ എന്താ എ ബൈ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാൻ പറ്റും? sin 45 ഡിവൈഡ് ബൈ cosec 30. sin 45 എന്താണ്? 1/√2. സോറി, എ ബൈ ബി എന്ന് പറയുമ്പോൾ എന്താണ്? എ ബൈ ബി എന്ന് പറയുമ്പോൾ ബീനെ ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് സൈനിനെ ഇപ്പുറം കൊണ്ടുപോവാണ്. സോ സൈനിന്റെ ഡിനോമിനേറ്ററിലാണ് വരിക. ദെൻ cosec 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ sin 45 ഡിഗ്രി ആണ്. അപ്പൊ എന്താ cosec 30 എന്താ? sin 30 എന്താ? 1/2 ആണ്. അപ്പൊ cosec 30 പറഞ്ഞാല് എന്താണ്? 2 ആയിരിക്കും. കാരണം എന്താ? 1/sin ആണ് cosec. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന മാത്രം. sin 45 2√2 എഴുതാം. ഏതിനാ? എ ബൈ ബി ഈക്വൽ ടു 2√2 എഴുതാം. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്യാനുള്ളത് എ റൈസ് ടു 4 ബൈ ബി റൈസ് ടു 4 ആണ് കാണാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? എ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ ബി റൈസ് ടു 4 ഈക്വൽ ടു 2√2 ഇൻറ്റു റൈസ് ടു 4 എന്ന് എഴുതും. അപ്പൊ നമ്മൾ ഇതിന് എന്ത് എഴുതും? 2 റൈസ് ടു 4 ഇൻറ്റു എ ബി റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റൈസ് ടു എൻ ഇൻറ്റു ബി റൈസ് ടു എൻ അല്ലേ? സോ 2 റൈസ് ടു 4 ഇൻറ്റു √2 ഇൻറ്റു √2 റൈസ് ടു 4 എന്ന് എഴുതാം. 2 റൈസ് ടു 4 എത്രയാണ്? 16 ഇൻറ്റു √2 റൈസ് ടു 4 നമുക്ക് എന്ത് ചെയ്താ? √2 സോറി, ഞാൻ മനസ്സിലാവാൻ എഴുതാണ്. √2 സ്ക്വയർ റൈസ് ടു 2. നമ്മൾ എങ്ങനെ എഴുതും? എ റൈസ് ടു എൻ റൈസ് ടു എം നമുക്ക് എന്ത് ചെയ്താ? എ റൈസ് ടു എൻ എം എന്ന് എഴുതിക്കൂടെ? അതെ, അങ്ങനെയാണ് ഞാൻ ഈ 4നെ മാറ്റി ചെയ്തത്. ഇതെന്ന് പറയുന്നത് √2 റൈസ് ടു 2 ഇൻറ്റു 2, അതായത് √2 റൈസ് ടു 4 തന്നെയാണ്. മനസ്സിലാവാൻ വേണ്ടിയിട്ട് 60 ഇൻറ്റു ഇവിടെ ഇപ്പൊ ഈ √2ഉം സ്ക്വയറും കൂടി ക്യാൻസൽ ആയി എന്തായി? 2 ആയി. ദെൻ 2 സ്ക്വയർ എത്രയാണ്? 4. 16 ഇൻറ്റു 4 എത്രയാണ്? 64. ഓക്കെ, പക്ഷെ നമ്മൾ ആൻസറിൽ 64 പറഞ്ഞ സംഭവം ഇല്ല. 6 ക്യൂബ് 4 ക്യൂബ് 2 ക്യൂബ് ആണ്. 64 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അത് 4 ക്യൂബ് ആണ്. ഓക്കെ,
നമുക്ക് ആൻസറിൽ കിട്ടിയത് എന്താണ്? 64 ആണ്. 64 എന്ന് പറഞ്ഞാൽ എന്താ? 4 ക്യൂബ്. 4 സ്ക്വയർ എന്താണ്? 16 ആണ്. 16 ഇൻറ്റു 4 ആണ് എന്ത്? 64 എന്ന് പറയുന്നത്. ഇത് 4 സ്ക്വയർ ഇൻറ്റു 4 പറയുമ്പോൾ 4 ക്യൂബ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. tan തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈക്വൽ ടു 2 അങ്ങനെയാണെങ്കിൽ tan 100 പ്ലസ് tan റേസ് ടു 100 tan തീറ്റ റേസ് ടു 100 പ്ലസ് കോട്ട് തീറ്റ റേസ് ടു 100 എന്താണെന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാം tan തീറ്റയും കോട്ട് തീറ്റയും പ്ലസ് ചെയ്യുമ്പോൾ 2 കിട്ടണം. നമുക്ക് അറിയുന്ന ഒരു തീറ്റന്റെ വാല്യൂ അതിൽ ഏതാ? നമുക്കറിയാം എന്താണ് tan 45ഉം കോട്ട് 45 എന്താണ്? 1 ആണ്. കാരണം എന്താണ്? സൈനിനും കോസിനും 45ൽ എന്താണ് വരുന്നത്? 1/√2 ആണ് ആൻസർ വരുന്നത്. സോ തീറ്റയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുക? 45 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? let theta equal to 45. then tan 45 പ്ലസ് കോട്ട് 45 എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? tan 45 എന്താ? 1 പ്ലസ് കോട്ട് 45 1 ആണ്, 2 ആണ്. അപ്പൊ നമ്മളെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഈ ആംഗിൾ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യന് സോൾവ് ചെയ്യാം. നമ്മളോട് എന്താ ചോദിച്ചത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ tan തീറ്റ റേസ് ടു 100 പ്ലസ് കോട്ട് തീറ്റ റേസ് ടു 100 എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യന്. അപ്പൊ tan തീറ്റക്ക് പകരം നമ്മൾ തീറ്റക്ക് പകരം 45 കൊടുക്കും. tan തീറ്റ തീറ്റക്ക് പകരം നമ്മൾ എന്താ കൊടുക്കുന്നത്? 45 ആണ്. സോറി, 45 എന്താ? 1 റേസ് ടു 100 പ്ലസ് 1 റേസ് ടു 100. 1ന് ഏത് പവർ വന്നാലും അതിന്റെ എന്താണ്? 1ന്റെ ആൻസർ 1 പ്ലസ് 1 ഈക്വൽ ടു 2. ഓക്കെ. ഇതിപ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നോ? നമ്മള് ഈ പവർ എഴുതുന്നിടത്ത് നമ്മള് tan തീറ്റ ഹോൾ റേസ് ടു 100 എന്ന് എഴുതുന്നത് തന്നെയാണ് എന്ത്? ടാനിന്റെ മുകളിൽ 100 എഴുതിയിട്ട് തീറ്റ എന്ന് എഴുതുന്നതും. അത് കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. തീറ്റയ്ക്ക് 45 പുട്ട് ചെയ്തിട്ട് എന്ത് പ്രോബ്ലം സോൾവ് ചെയ്തതാണ് ഈ കാണുന്നത്. തീറ്റ 45 കൊടുത്തു, ദെൻ 1 പ്ലസ് 1 2 കിട്ടി, ദെൻ തീറ്റ 45 കൊടുത്തിട്ട് ഇവിടെ ചെയ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ 2 കിട്ടി. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയാൽ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ എന്താ പറയുന്നത്?
ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അതിന്റെ ആൽഫ ഈസ്റ്റ് ബീറ്റ എന്ന് പറയുന്നത് 2:1 ആണ്. ദെൻ റേഷ്യോ ഓഫ് കോസ് ആൽഫ ടു കോസ് ബീറ്റ എന്താണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ദെൻ ആൽഫ ഈസ്റ്റ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ടു 2:1 ആണ്. ഇതിനർത്ഥം എന്താ? ആൽഫ ഈസ്റ്റ് ബീറ്റ എന്ന് പറയുന്നത് 2:1 ആണെന്നുണ്ടെങ്കിൽ അർത്ഥം 2x പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ഇക്വേഷനും കൂടി ആൽഫ എന്ന് പറയുമ്പോൾ 2x, ബീറ്റ എന്ന് പറയുമ്പോൾ എക്സ്. ഓക്കെ, അപ്പോൾ 2x പ്ലസ് എക്സ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് ഈ രണ്ട് ഇക്വേഷനും കൂടി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 3x ഈക്വൽ ടു 90, then x equal to 30 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് 30 ഡിഗ്രി ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? ആൽഫ എന്ന് പറയുന്നത് 2x ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? എക്സും ആണ്. 2x എന്ന് പറയുമ്പോൾ എന്താണ്? 2 into 30 എന്താണ്? 60 ഡിഗ്രി. ദെൻ എക്സ് എന്ന് പറയുന്നത് 30 ഡിഗ്രി. ദെൻ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ കോസ് ആൽഫ ടു കോസ് ബീറ്റ ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താ കണ്ടേ? ആൽഫ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്, ബീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ദെൻ കോസ് ആൽഫ ടു കോസ് ബീറ്റ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു കോസ് 60 ടു കോസ് 30. കോസ് 60 എത്രയാണ്? 1/2. കോസ് 30 എന്താണ്? √3/2. 2 2 ക്യാൻസൽ ചെയ്ത് ആൻസർ എന്താണ്? 1/√3. ആൻസർ വർക്ക്ഔട്ട് ചെയ്തതാണത്. ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടി. ദെൻ കോസ് ആൽഫ കോസ് ബീറ്റ എന്ന് പറയുമ്പോൾ കോസ് 60 ഡിവൈഡ് ബൈ കോസ് 30. ദെൻ കോസ് 60 1/2, കോസ് 30 1√3/2. ദെൻ ക്യാൻസൽ ഔട്ട് ചെയ്ത് 2 2 ക്യാൻസൽ ആയി ആൻസർ എന്താണ്? 1/√3 എന്ന് ആൻസർ കിട്ടി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇഫ് തീറ്റ സെഡ് ടു ബി ആൻ അക്യൂട്ട് ആംഗിൾ and 7 sin 2 theta plus 3 cos 2 theta equal to 4, then what is the value of tan theta എന്നാണ് ക്വസ്റ്റ്യൻ. then sin 2 theta അല്ല കേട്ടോ, sin square theta ആണ്. 7 sin square theta plus 3 cos square theta എന്ന് പറയുന്നതാണ് 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് നോക്കിയേ. ദെൻ നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 7 sin square theta plus 3 cos square theta എന്ന് പറയുന്നത് 4 ആണ് തന്നിട്ടുണ്ട്. ദെൻ 7 sin square theta, നമ്മൾ cos square theta നമുക്ക് എന്ത് ചെയ്താം? പൈതഗോറിയൻ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്കറിയാം cos square theta plus sin square theta 1 ആണ്. ദെൻ cos square theta നമ്മൾ എന്ത് ചെയ്യും? 1 minus sin square theta എന്ന് എഴുതി. അപ്പൊ 7 sin square theta plus 3 into 1 minus sin square theta എന്ന് പറയുന്നത് 4 ആണ്. ദെൻ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടേമിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7 sin square theta plus 3 into 1 3 minus 3 into minus sin square എന്ന് പറഞ്ഞാൽ minus 3 sin square theta equal to 4. അപ്പൊ 7 sin square theta എന്ന് 3 sin square theta മൈനസ് ചെയ്താൽ 4 sin square theta എന്ന് പറയുമ്പോൾ 1 ആണെന്ന് കിട്ടി. സോറി 7 sin square theta എന്ന 3 sin square theta മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 sin square theta കിട്ടും. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഈക്വൽ ടു സൈഡ് ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ഈ 3 ഇപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ 4 മൈനസ് 3 എന്ന് പറഞ്ഞിട്ട് അവിടെ 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 sin square theta ഈക്വൽ ടു 1. ഓക്കെ,
സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1/4. ദെൻ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 1/2. അങ്ങനെയാണെങ്കിൽ തീറ്റ സൈൻ തീറ്റ എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ തീറ്റ എന്താ പറയാ സൈനിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് 1/2 കിട്ടുന്നത്? നമുക്കറിയാം സൈൻ 30 ആണ് 1/2. അപ്പൊ തീറ്റന്റെ വാല്യൂ നമുക്ക് എന്ത് പറയാം? സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 1/2 ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ടാൻ തീറ്റ എന്ന് കാണാം. ടാൻ തീറ്റ എത്രയാണ് നമുക്ക് കണ്ടത്? ടാൻ 30. ടാൻ 30 പറയുമ്പോൾ സൈൻ 30 ഡിവൈഡ് ബൈ കോസ് 30. സൈൻ 30 എത്രയാ? 1/2 ഡിവൈഡ് ബൈ കോസ് 30 എത്രയാ? 1√3/2. then 2 ക്യാൻസൽ ആയി. ആൻസർ 1/√3. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ.